ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും AGS ക്രിയേഷൻസിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. നിങ്ങളെല്ലാവരും ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ. കൃഷ്ണമോൾ ഇപ്പോൾ ഫുഡ് കഴിക്കാനായി ബബിതയും രോഹിത്തിനെയൊക്കെ വന്ന് വിളിക്കുന്നുണ്ട്. എന്നാൽ അവരാരും ചെല്ലുന്നില്ല. അങ്ങനെ ഇപ്പോൾ ഓരോന്നും പറഞ്ഞ് കൃഷ്ണമോൾ ഇപ്പോൾ തിരിച്ചു പോയിരിക്കുകയാണ്. ഇത് കേട്ടിപ്പോൾ രോഹിത്ത് പറയുന്നുണ്ട്, പെറ്റമ്മയോട് സ്നേഹമില്ലാത്ത മക്കളുണ്ടാവുമോ? ഇതെന്താ ഇങ്ങനെ തലതിരിഞ്ഞു പോയത് എന്ന് പറയുമ്പോൾ ബബിത പറയുന്നുണ്ട്, അതിനെ ചിന്തിക്കാനുള്ള കോമൺ സെൻസ് അവൾക്കില്ല, അതുകൊണ്ടാണ് എന്നൊക്കെ ഇങ്ങനെ പറയുന്നു. ശേഷം ഇപ്പോൾ അലീനയും ബാലചന്ദ്രനെയുമാണ് കാണിക്കുന്നത്. അലീന ബാലചന്ദ്രന് ആഹാരമൊക്കെ കൊണ്ട് കൊടുത്തു. സ്പെഷ്യൽ എന്താണെന്ന് ബാലചന്ദ്രൻ ചോദിക്കുമ്പോൾ ചപ്പാത്തിയും ചിക്കൻ കറിയുമാണെന്ന് അലീന പറയുന്നു. അലീന ആകെ സങ്കടത്തിൽ നിൽക്കുകയാണ്. ഇത് കണ്ട് ബാലചന്ദ്രൻ ചോദിക്കുന്നുണ്ട്, എന്തോ കാര്യം പറയാനുണ്ടല്ലോ, എന്തു പറ്റി എന്ന് ഇങ്ങനെ ചോദിക്കുന്നു. അപ്പോൾ അലീന പറയുന്നുണ്ട്, ഞാൻ ഈ വീട്ടിലുള്ള എല്ലാവർക്കും ഫുഡ് ഉണ്ടാക്കി വെച്ചു, പക്ഷേ അവരാരും കഴിക്കുന്നില്ല, കൃഷ്ണമോൾ മാത്രമേ കഴിക്കുന്നുള്ളൂ എന്നൊക്കെ അലീന പറയുമ്പോൾ ബാലേന്ദ്രൻ പറയുന്നുണ്ട്, അവർക്ക് കഴിക്കാൻ താല്പര്യമില്ലെങ്കിൽ കഴിക്കണ്ട, അവർക്ക് ഭക്ഷണം കിട്ടാഞ്ഞിട്ടല്ലല്ലോ, ഈഗോ കാരണമല്ലേ, അപ്പോൾ കഴിക്കണ്ട എന്ന് പറയുന്നു. ഉടനെ അലീന പറയുന്നുണ്ട്, ഭക്ഷണത്തിനോട് ഇങ്ങനെ ഒരു നിന്ന കാണിക്കുന്നത് കാണുമ്പോൾ ആകെ വിഷമമാണ്, ആഹാരത്തിൻ്റെ വില അറിഞ്ഞവളാണ് ഞാൻ, അതുകൊണ്ടാണ് ഇങ്ങനെ പറയുന്നത് എന്നൊക്കെ അലീന പറയുമ്പോൾ ബാലചന്ദ്രൻ പറയുന്നുണ്ട്, അവർക്ക് വേണമെങ്കിൽ അവർ കഴിച്ചോളൂ, വലിയ മാളികയിൽ വില കൂടിയ ഡൈനിങ് ടേബിൾ ആഹാരത്തെ വലിച്ചെറിഞ്ഞ പലരെയും ഞാൻ കണ്ടിട്ടുണ്ട്, അവരൊക്കെ പിൽക്കാലത്ത് ആഹാരത്തിന് വേണ്ടി കൊതിക്കുന്നതും ഞാൻ കണ്ടിട്ടുണ്ട്, അതുകൊണ്ട് അവരെ നിർബന്ധിക്കാനൊന്നും പോകണ്ട, അഹങ്കാരം തീരുമ്പോൾ വന്ന് കഴിച്ചോളും എന്നൊക്കെ പറയുന്നു. അങ്ങനെ ഇപ്പോൾ അലീന ബാലേന്ദ്രനോട് ചോദിക്കുന്നുണ്ട്, അവരോടൊന്ന് ഫുഡ് കഴിക്കാൻ പറയാമോ എന്ന്. അപ്പോൾ ഉടനെ ബാലേന്ദ്രൻ പറയുന്നുണ്ട്, അതിൻ്റെ ആവശ്യമില്ല എന്ന്. എന്നിട്ട് അലീനയോട് പൊയ്ക്കൊള്ളാൻ പറയുന്നു. നീ കഴിച്ചില്ലെങ്കിൽ നീ പോയി ആഹാരം കഴിക്കുന്നതും അലീനയോട് പറഞ്ഞു വിടുന്നു. അവരാരും തന്നെ ആഹാരം കഴിക്കാത്തത് കൊണ്ട് അലീന ആകെ വിഷമത്തിലാണ്. ശേഷം ഇപ്പോൾ അലീന പുതിയ ഫോണിൽ നിന്നും രേവതിക്കുട്ടിയെ വിളിക്കുകയാണ്. ഈ നമ്പർ ഏതാ, ഇത് ആരുടേതാ എന്നൊക്കെ ഇങ്ങനെ രേവതിക്കുട്ടി അലീനയോട് ചോദിക്കുന്നുണ്ട്. ഉടനെ അലീന പറയുന്നുണ്ട്, ബാലേന്ദ്രൻ സാർ എനിക്കൊരു പുതിയ ഫോണും സിമ്മും ഒക്കെ മേടിച്ചു തന്നു, ഇതിപ്പോൾ എൻ്റെ സ്വന്തമാണ് എന്ന് പറയുന്നു. ഇത് കേട്ട് രേവതിക്കുട്ടി വളരെയധികം സന്തോഷിക്കുന്നുണ്ട്. അങ്ങനെ ഇപ്പോൾ അന്ന് നടന്ന ആ സംഭവങ്ങളൊക്കെ രേവതിക്കുട്ടിയോട് വിശദമായിട്ട് അലീന പറയുന്നുണ്ട്. ഉടനെ രേവതിക്കുട്ടി ഇപ്പോൾ പറയുന്നുണ്ട്, ഇനി ചേച്ചി ഒരു നിമിഷം പോലും അവിടെ നിൽക്കരുത്, ശരിക്കും ഇങ്ങോട്ട് തിരിച്ചു പോരുകയാണ് ചെയ്യേണ്ടത്, എന്നെ പഠിപ്പിക്കാൻ വിടുന്നുണ്ടല്ലോ, ഇവിടെ വന്നിരുന്നെങ്കിൽ അതുപോലെ ചേച്ചിയും പഠിപ്പിക്കാൻ വിട്ടേനെ, ചേച്ചിക്ക് നല്ല ബുദ്ധിയില്ലേ, ചേച്ചിയെ പഠിപ്പിച്ച് ഒരു IAS കാരിയാക്കി അവിടെ ആ പാലയിൽ തന്നെ കളക്ടറായിട്ട് കൊണ്ടിരുത്തിയേനെ, എന്നിട്ട് അവിടുത്തെ ആ വൈജയന്തി ഉണ്ടല്ലോ അവരെ കൊണ്ട് കണക്ക് പറയിപ്പിച്ചേനെ എന്നൊക്കെ രേവതിക്കുട്ടി ഇങ്ങനെ പറയുമ്പോൾ അലീന ചോദിക്കുന്നുണ്ട്, നീ എന്നെ ഈ പറയുന്നേ, പാലായിലെ കളക്ടറോ അങ്ങനെയുണ്ടോ എന്നൊക്കെ ചോദിക്കുമ്പോൾ ഞാൻ അങ്ങനെ ഒരു കാര്യം പറഞ്ഞതേ ഉള്ളൂ, ചേച്ചിയെ പഠിപ്പിച്ച് കളക്ടറാക്കണം, ചേച്ചിയുടെ മുന്നിൽ അവരെല്ലാവരും തല കുനിക്കണം എന്നൊക്കെ രേവതിക്കുട്ടി പറയുമ്പോൾ അലീന പറയുന്നുണ്ട്, നീ ചുമ്മാ തമാശ പറയാതെ, ഞാൻ നിന്നെ വിളിച്ചത് ഇപ്പോൾ അതിനൊന്നും വേണ്ടിയല്ല, ഞാൻ അടുത്ത ആഴ്ച അങ്ങോട്ട് വരുന്നുണ്ട്, അത് പറയാനാണ്, കുറച്ച് ദിവസം ഇവിടുന്ന് മാറി നിൽക്കുകയാണെങ്കിൽ ചിലപ്പോൾ മേഡം ഒന്ന് അയഞ്ഞേനെ, ഞാൻ ഇവിടെ നിൽക്കുന്നത് അവർക്ക് ഇഷ്ടമല്ല, എങ്ങനെയെങ്കിലും ഇറങ്ങിപ്പോകണമെന്നേ ഉള്ളൂ, ഇപ്പോൾ എൻ്റെ മനസ്സിലെ ആഗ്രഹവും അതാണ്, ഞാൻ മൂലം ഈ വീട്ടിലുള്ള പ്രശ്നങ്ങളെല്ലാം തീർന്ന് ഈ വീട്ടിൽ സമാധാനം ഉണ്ടാകണമെന്നാണ് എന്നൊക്കെ അലീന പറയുന്നുണ്ട്. അങ്ങനെ ഓരോന്ന് സംസാരിച്ചതിന് ശേഷം അടുത്ത ആഴ്ച അങ്ങോട്ടേക്ക് വന്നേക്കാം എന്ന് പറഞ്ഞ് അലീന ഇപ്പോൾ ഫോൺ വയ്ക്കുന്നു. ശേഷം ഇപ്പോൾ സിംഗപ്പൂരിലെ രാജീവിനെയാണ് കാണിക്കുന്നത്. രാജീവ് അവിടെ ഷട്ടിൽ കളിച്ചുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ രാജീവിനെ ശിവൻ ഫോൺ വിളിക്കുന്നുണ്ട്. ആദ്യം ഫോൺ എടുക്കുന്നില്ല, പിന്നെ രണ്ടാമത്തെ റിങ് കേൾക്കുമ്പോഴാണ് രാജീവൻ വന്ന് ഫോൺ എടുക്കുന്നത്. നീ എന്താടാ ഫോൺ എടുക്കാത്തേ എന്ന് ശിവൻ ചോദിക്കുമ്പോൾ ഞാൻ ഷട്ടിൽ കോർട്ടിലായിരുന്നു എന്ന് പറയുന്നു. നമുക്ക് നാട്ടിലേക്ക് പോകണ്ടേ, ആ കാര്യം ഞാൻ നിന്നോട് പറഞ്ഞില്ലായിരുന്നോ, ലീവ് എന്തായി എന്നൊക്കെ ശിവൻ ചോദിക്കുമ്പോൾ രാജീവൻ പറയുന്നുണ്ട്, ഞാൻ ലീവ് നോക്കുന്നുണ്ട് എന്ന് പറയുന്നു. നീ ലീവ് എടുത്തിട്ട് എന്നോട് പറയണം, എന്നിട്ട് ഞാൻ എൻ്റെ ലീവ് കൂടി അഡ്ജസ്റ്റ് ചെയ്യാം, നമുക്ക് ഒരുമിച്ച് നാട്ടിലെത്തണം എന്നൊക്കെ ശിവൻ പറയുന്നുണ്ട്. ഇത് കേട്ടുടനെ രാജീവൻ പറയുന്നുണ്ട്, ഞാൻ അവിടുത്തെ എല്ലാ കാര്യങ്ങളും ഒരുവിധം ഒന്ന് റെഡിയാക്കിയതായിരുന്നു, ആ ബാലചന്ദ്രന് എല്ലാം കുളവാക്കിയത് എന്ന് പറയുന്നു. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് നമുക്ക് ഒരുമിച്ച് അങ്ങോട്ട് പോകണമെന്ന്, ഇനി ഇതിനെല്ലാം ഒരു പരിഹാരം കണ്ടിട്ടേ നമ്മൾ തിരിച്ചു വരത്തുള്ളൂ, നീ ലീവ് നീട്ടിയെടുത്തോണം എന്നൊക്കെ ശിവൻ പറയുമ്പോൾ രാജീവ് ചോദിക്കുന്നുണ്ട്, നമുക്ക് ഈ കാര്യം ഗംഗേട്ടനെ കൂടി അറിയിക്കണ്ട എന്നൊക്കെ വൈജയന്തി പറഞ്ഞാലും അറിയിക്കാനുള്ളൊരു ബാധ്യത നമുക്കില്ലേ എന്നൊക്കെ ചോദിക്കുമ്പോൾ ശിവൻ പറയുന്നു, അതിന് അയാളെ വിളിച്ചാലൊന്ന് കിട്ടണ്ടേ, ഞാൻ അയാളെ ഡൽഹിയിലെ മകളെ വിളിച്ചായിരുന്നു, അന്നേരമാണ് പറഞ്ഞത് ഗംഗേട്ടൻ യൂറോപ്യൻ ട്രിപ്പിലാണെന്ന്, മകൻ സ്വിറ്റ്സർലാൻഡിലല്ലേ, അതുകൊണ്ട് അങ്ങോട്ടേക്ക് പോയേക്കുകയാണ്, വിളിച്ചിട്ട് കിട്ടുന്നില്ല എന്നൊക്കെ ശിവൻ പറയുമ്പോൾ രാജീവൻ പറയുന്നുണ്ട്,
അങ്ങനെ കിട്ടുന്നില്ലെങ്കിൽ നമുക്ക് തന്നെ കാര്യങ്ങൾ ഡീൽ ചെയ്യാം. ലീവൊക്കെ റെഡിയാക്കിയിട്ട് ഞാൻ വിളിക്കാം എന്നൊക്കെ പറഞ്ഞ് ഇപ്പോൾ അവർ ഫോൺ വെക്കുകയാണ്. ഈ സമയം ഇപ്പോൾ അലീന ബാലചന്ദ്രന് ആഹാരമൊക്കെ കൊടുത്തിട്ട് പോകാതെ ഇങ്ങനെ അവിടെ തന്നെ നിൽക്കുന്നുണ്ട്. അലീന ഇങ്ങനെ നിൽക്കുന്നത് കാണുമ്പോഴേക്ക് ബാലചന്ദ്രന് കാര്യങ്ങൾ മനസ്സിലാവുന്നുണ്ട്. അങ്ങനെ ബാലചന്ദ്രൻ ചോദിക്കുന്നുണ്ട്, ആ എന്താ എന്താ പറയാനുള്ളത്, പറഞ്ഞോ എന്ന് പറയുന്നു. ഉടനെ അലീന പറയുന്നുണ്ട്, ഞാൻ എറണാകുളത്ത് പോകുന്ന കാര്യം പറഞ്ഞില്ലായിരുന്നോ, മറ്റന്നാൾ ഞാൻ പോയിക്കോട്ടെ എന്ന് ചോദിക്കുന്നു. ബാലേന്ദ്രൻ ഇങ്ങനെ ഒരു നിമിഷം ആലോചിച്ച് നിന്നിട്ട് പറയുന്നു, ആ മറ്റന്നാളല്ലേ, പോയിക്കോ എന്ന് ബാലേന്ദ്രൻ പറയുന്നത് കേട്ട് വളരെയധികം സന്തോഷത്തിലാണ് ഇപ്പോൾ അലീന. എന്നിട്ട് പറയുന്നുണ്ട്, ഞാനിത് രേവതി കുട്ടിയെ വിളിച്ച് പറയട്ടെ, താങ്ക് യു എന്നൊക്കെ പറഞ്ഞ് ഒരുപാട് സന്തോഷത്തോടെ ഇപ്പോൾ അലീന താഴേക്ക് പോവുകയാണ്. അലീന പോയി കഴിയുമ്പോഴും ബാലേന്ദ്രനാകെ ഇങ്ങനെ ചെറിയൊരു ടെൻഷനിലൊക്കെ നിൽക്കുന്നുണ്ട്. ശേഷം കാണിക്കുന്നത് ഇപ്പോൾ രാജീവിനെയും ശിവനെയുമാണ്. അവർ പറഞ്ഞതുപോലെ തന്നെ ഇപ്പോൾ രണ്ടുപേരും നാട്ടിലെത്തിയിരിക്കുകയാണ്. അങ്ങനെ അവർ രണ്ടുപേരും അകത്തേക്ക് വരുന്നുണ്ട്. ഇപ്പോൾ വാതിൽ തുറന്ന് കമല പുറത്തേക്ക് വന്ന് ഭർത്താവായ ശിവനെ കണ്ട് വളരെയധികം സന്തോഷത്തോടെ നിൽക്കുന്നുണ്ട്. അങ്ങനെ ശിവൻ്റെ കയ്യിലൊക്കെ പിടിച്ച് അകത്തേക്ക് കയറി വരികയാണ് കമല. അകത്ത് കയറി വന്നതും ശിവൻ ഇപ്പോൾ രാജീവിനോട് പറയുന്നുണ്ട്, നമ്മൾ നാട്ടിലെത്തി എന്നുള്ള കാര്യം വൈജയന്തി വിളിച്ച് പറയുന്നു. ഇപ്പോൾ തന്നെ വേണോ എന്ന് രാജീവൻ ചോദിക്കുമ്പോൾ ശിവൻ പറയുന്നുണ്ട്, എന്തിനാ താമസിപ്പിക്കുന്നത്, എല്ലാ കാര്യങ്ങളും മുറ പോലെ അങ്ങ് നടക്കട്ടെ, അവൾ ഇങ്ങോട്ട് വരട്ടെ, എന്നിട്ട് നമുക്ക് കുറച്ച് കാര്യങ്ങളൊക്കെ ചർച്ച ചെയ്യാനുണ്ട് എന്നൊക്കെ പറയുന്നു. എങ്കിലിപ്പോൾ തന്നെ വിളിച്ചേക്കാം എന്ന് രാജീവനും പറയുന്നു. അങ്ങനെ അതൊക്കെ കഴിഞ്ഞിപ്പോൾ ശിവനും രാജീവനും കൂടെ ഇപ്പം മുത്തശ്ശിയെ കാണാനായി മുത്തശ്ശിയുടെ റൂമിലേക്ക് വന്നിരിക്കുകയാണ്. അവർ രണ്ടുപേരും മുറിയിലേക്ക് വരുന്നത് കാണുന്നതേ മുത്തശ്ശി മുഖം തിരിച്ചിങ്ങനെ ഇരിക്കുന്നു. വളരെയധികം ദേഷ്യത്തിലാണ് മുത്തശ്ശി. അമ്മ എന്താ അമ്മ ഇങ്ങനെ ഇരിക്കുന്നത്, ഞങ്ങൾ വന്നില്ലേ, ഇനി എല്ലാ പ്രശ്നങ്ങൾക്കും ഞങ്ങൾ പരിഹാരം കണ്ടോളാം എന്ന് ശിവൻ പറയുമ്പോൾ, ഓ പരിഹാരം കാണും, അതെനിക്കറിയാം, ഇവൻ വന്ന് പരിഹാരം കണ്ടതിൻ്റെ ഫലമായിട്ടാണ് ഞാനിപ്പോൾ ഇവിടെ വന്നിരിക്കുന്നത്. ബാലചന്ദ്രൻ അലീനയെ തിരിച്ചു കൊണ്ടുവരികയും ചെയ്തു, എൻ്റെ മോള് എന്നെ ഇവിടെ കൊണ്ട് തള്ളുകയും ചെയ്തു ഈ നരകത്തിൽ എന്നൊക്കെ മുത്തശ്ശി ഇങ്ങനെ പറയുന്നു. ഇത് കേട്ടിട്ടുണ്ടെ രാജീവൻ ചോദിക്കുന്നുണ്ട്, ഇതെങ്ങനെയാമേ നരകമാകുന്നതെന്ന്. ഉടനെ മുത്തശ്ശി പറയുന്നുണ്ട്, ദേ എൻ്റെ വായിന്ന് വല്ലതും കേൾക്കും, ദേ ഇവൻ അറിയാം ഇവൻ്റെ ഭാര്യ എങ്ങനെ എന്നെ നോക്കുന്നതെന്ന്, അതുകൊണ്ട് കൂടുതൽ എന്നെ കൊണ്ട് പറയിപ്പിക്കരുത് എന്നൊക്കെ മുത്തശ്ശി ഇപ്പോൾ പറയുമ്പോൾ ശിവൻ പറയുന്നുണ്ട്, അമ്മ ഒന്നുകൊണ്ടും വിഷമിക്കണ്ട, അമ്മയുടെ പ്രശ്നങ്ങൾക്കെല്ലാം ഞങ്ങൾ പരിഹാരം കാണും എന്ന് പറയുമ്പോൾ മുത്തശ്ശി ചോദിക്കുന്നുണ്ട്, എൻ്റെ പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണാനാണോ നിങ്ങൾ ഇങ്ങോട്ട് വന്നത്, അല്ലല്ലോ എന്ന് ചോദിക്കുമ്പോൾ ശിവൻ പറയുന്നു, അല്ല, അവിടെ വൈജയന്തിയുടെ വീട്ടിലെ പ്രശ്നങ്ങളെല്ലാം സോൾവ് ആകുന്നതോടുകൂടി അമ്മയുടെ പ്രശ്നങ്ങളും സോൾവ് ആകും. അമ്മ ഇവിടെ കമലയോട് വഴക്കടിച്ച് നിൽക്കണമെന്നില്ല, അമ്മയെ അങ്ങ് കടപ്പാട്ടൂരിൽ എത്തിച്ചിട്ടേ ഞങ്ങൾ പോകൂ, അതുപോരെ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. ഇത് കേട്ടുടനെ മുത്തശ്ശി പറയുന്നുണ്ട്, എന്ത് പരിഹാരം ഉണ്ടാക്കിയാലും കുഴപ്പമൊന്നുമില്ല, നിങ്ങൾ ആ പെങ്കൊച്ചിൻ്റെ ദേഹത്ത് കൈവയ്ക്കുകയോ ഉപദ്രവിക്കുകയോ ഒന്നും ചെയ്തേക്കരുത്, അങ്ങനെയുള്ള ശാപമൊന്നും നിങ്ങളുടെ തലയിൽ വന്ന് വീഴരുത് എന്നൊക്കെ പറയുമ്പോൾ രാജീവൻ ഇപ്പോൾ പറയുന്നുണ്ട്, അമ്മ അല്ലെങ്കിലും അവരുടെ സൈഡേ പിടിക്കൂ. ഇത് കേട്ടിട്ട് മുത്തശ്ശി പറയുന്നുണ്ട്, ഞാൻ ആരുടെയും സൈഡ് പിടിച്ചതൊന്നുമല്ല, ഒന്നുമില്ലെങ്കിലും ഞാനിപ്പോൾ ജീവിച്ചിരിക്കുന്നത് അലീന ഉള്ളതുകൊണ്ടാണ്, അതുകൊണ്ട് തന്നെ ആ നന്ദി കാണിക്കണമല്ലോ, തലമറന്ന് എണ്ണ തേക്കരുത് എന്നൊരു പഴഞ്ചൊല്ലുണ്ട്, അതുകൊണ്ട് അതിനെ ഉപദ്രവിക്കാനൊന്നും നിന്നേക്കരുത്, ഇലയ്ക്കും മുള്ളിനും കേടില്ലാത്ത രീതിയിൽ കാര്യങ്ങൾ പരിഹരിക്കണം, അല്ലാതെ ഇവൻ കാണിച്ചതുപോലെ കാണിച്ചിട്ടുണ്ടെങ്കിൽ ബാലേന്ദ്രൻ അവിടെ വെറുതെ ഇരിക്കത്തില്ല, ബാലചന്ദ്രൻ്റെ സ്വഭാവം നിനക്കും അറിയാവുന്നതല്ലേ എന്നൊക്കെ ഇപ്പോൾ മുത്തശ്ശി ശിവനെ പറഞ്ഞ് കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി കൊടുക്കുകയാണ്. ഇത് കേട്ട് ശിവൻ പറയുന്നുണ്ട്, നോക്കട്ടെ, എല്ലാ കാര്യങ്ങൾക്കും പരിഹാരം കണ്ടിട്ടേ ഞങ്ങൾ പോകൂ എന്നൊക്കെ പറഞ്ഞ് മുത്തശ്ശിയെ സമാധാനിപ്പിച്ച് അവർ പുറത്തേക്ക് പോവുകയാണ്. അങ്ങനെ ഇപ്പോൾ ആങ്ങളമാർ വന്നതറിഞ്ഞ് വളരെയധികം ധൃതി പിടിച്ച് വൈജയന്തി ഇപ്പോൾ അവിടെ എത്തിയിരിക്കുകയാണ്. ആ സമയം രാജീവ് പുറത്ത് തന്നെ നിൽക്കുന്നുണ്ടായിരുന്നു. ശിവേട്ടൻ എന്ത് ചെയ്യുന്നു വൈജയന്തി തിരക്കുന്നുണ്ട്. അപ്പോൾ രാജീവൻ പറയുന്നുണ്ട്, അകത്തുണ്ട്, വാ നമുക്ക് കാര്യങ്ങളൊക്കെ ഒന്ന് സംസാരിക്കാമെന്ന് പറയുന്നു. അങ്ങനെ അവർ എല്ലാവരും കൂടി ഒരു ഡൈനിങ് ടേബിളിൻ്റെ ചുറ്റിലും ഇരുന്ന് സംസാരിക്കുന്നുണ്ട്. ഈ സമയം കമല അവിടേക്ക് അവർക്കെല്ലാവർക്കും ചായ കൊണ്ട് കൊടുക്കുന്നു. ശിവൻ ഇപ്പോൾ പറയുന്നുണ്ട്, ഇനിയിപ്പോൾ എന്തൊക്കെ സംഭവിച്ചാലും നമ്മൾ അലീനെ ആ വീട്ടിൽ നിന്ന് ഇറക്കും, അതിന് യാതൊരുവിധ സംശയവും കാണില്ല, അങ്ങനെ ഒരു പരിഹാരം കണ്ടിട്ടേ ഞങ്ങൾ ഇവിടുന്ന് പോകൂ, ആദ്യം തന്നെ ബാലചന്ദ്രനോട് സംസാരിക്കണം, എന്നിട്ട് വേണം ബാക്കി കാര്യങ്ങളിലേക്ക് കടക്കാൻ എന്നൊക്കെ ശിവൻ പറയുമ്പോൾ രാജീവൻ പറയുന്നുണ്ട്, എന്ത് സംസാരിക്കാൻ, അവിടെ ചെന്ന് അവളുടെ കാലെ പിടിച്ച് വലിച്ച് ഗേറ്റിന് പുറത്തേക്ക് കൊണ്ട് തള്ളുക ചെയ്യേണ്ടത് എന്നൊക്കെ പറയുമ്പോൾ ഇത് കേട്ട് ശിവൻ പറയുന്നുണ്ട്, എടാ നീ ഒരുപാട് ആവേശം കാണിക്കല്ലേ, കാര്യങ്ങളൊക്കെ ആലോചിച്ച് വേണം തീരുമാനിക്കാൻ. ഇത് കേട്ടിപ്പോൾ വൈജയന്തി പറയുന്നുണ്ട്, എന്ത് ചെയ്താലും വേണ്ടില്ല, അവളെ ആ വീട്ടിൽ നിന്ന് പുറത്താക്കണം, അത് ബലം പ്രയോഗിച്ചിട്ടാണെങ്കിൽ ബലം പ്രയോഗിച്ച്, അതിന് യാതൊരു കുഴപ്പവുമില്ല എന്ന് പറയുന്നു.
ഇതൊക്കെ കേട്ട് ഇപ്പോൾ ശിവൻ പറയുന്നുണ്ട്, ബലം പ്രയോഗിച്ച് നടത്താൻ നമുക്ക് വേണമെങ്കിൽ ചെയ്യാം, അതിന് വലിയ ബുദ്ധിമുട്ടൊന്നും കാണില്ല. പക്ഷേ അങ്ങനെ ചെയ്യുമ്പോൾ നിന്റെ കുടുംബജീവിതമാണ് പ്രശ്നത്തിലാകുന്നത് എന്ന് പറയുമ്പോൾ വൈജയന്തി പറയുന്നുണ്ട്, അങ്ങനെ ഉണ്ടായാലും എനിക്ക് കുഴപ്പമൊന്നുമില്ല. ഇനിയുള്ള ആയുഷ്കാലം മുഴുവനും അങ്ങേര് മുഖം വീർപ്പിച്ച് നടന്നാലും എനിക്കൊരു പ്രശ്നവുമില്ല. അവളെ ആ വീട്ടിൽ നിന്ന് ഇറക്കണം, അതുമാത്രം മതി എനിക്കെന്ന് പറയുന്നുണ്ട്. രാജീവൻ ഇപ്പോൾ പറയുന്നുണ്ട്, ഞാൻ ചാത്തമംഗലത്തുള്ള നമ്മളുടെ ബന്ധുക്കളില്ലേ, അവരിപ്പോൾ നാട്ടിലുണ്ട്, അവരോട് കൂടി വരാൻ പറഞ്ഞിട്ടുണ്ട് എന്ന് പറയുമ്പോൾ കമലയും പറയുന്നുണ്ട്, ഞാൻ എൻ്റെ അനിയൻ്റെ മകനോടും കൂടി വരാൻ പറഞ്ഞിട്ടുണ്ടെന്ന്. എന്നിട്ട് കമല വീണ്ടും ചോദിക്കുന്നുണ്ട്, ഇത്രയും പേര് മതിയോ, ഇനി പഞ്ചായത്ത് പ്രസിഡൻറ്റ്, മെമ്പർ, അങ്ങനെ ആരെങ്കിലും കൂടിയൊക്കെ വേണോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. ഇത് കേട്ട് രാജീവൻ പറയുന്നുണ്ട്, നമ്മളെല്ലാവരും കൂടി അങ്ങോട്ട് ചെല്ലുമ്പോൾ അങ്ങേരൊന്ന് പതറണം, അതുപോലെ തന്നെ ബാലചന്ദ്രന് നിക്കക്കളി ഇല്ലാതാകണം. ആ ഒരു സിറ്റുവേഷനിലെ ബാലചന്ദ്രനെ നമുക്ക് മര്യാദ പഠിപ്പിക്കാൻ പറ്റൂ എന്നൊക്കെ രാജീവൻ പറയുമ്പോൾ വൈജയന്തി ഇപ്പോൾ പറയുന്നുണ്ട്, എന്ത് ചെയ്തിട്ടാണെങ്കിലും വേണ്ടില്ല, അവളെ അവിടെ നിന്ന് ഇറക്കണം, ആ ഒരു ഒറ്റ കാര്യമേ എൻ്റെ മനസ്സിലുള്ളൂ എന്നൊക്കെ പറഞ്ഞ് വൈജയന്തി അവിടെ ഇരിക്കുന്നുണ്ട്. വരാനിരിക്കുന്ന പുതിയ എപ്പിസോഡുകളുമായി വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.